ഹായ്, നമസ്കാരം. ഞാൻ മണികണ്ഠൻ, സ്പെൻസർ ഫാഷൻ ഹബ്ബ്. നമ്മുടെ ഷോപ്പ് വിജയമാതാ കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരു 30 വർഷത്തോളമായി നമ്മളൊരു ടൈലറിങ്ങും കട്ട് പീസ് സെൻ്ററുമായി നടത്തുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കസ്റ്റം ചെയ്ത് സ്റ്റിച്ച് ചെയ്താലുള്ള മെച്ച മെച്ചങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ ഷോപ്പിൽ വരുന്ന ഓരോ ആൾക്കാർക്കും ഓരോ റെഡിമെയ്ഡ് ഷർട്ട് എടുത്തിട്ടും ഓരോ അളവ് ശരിയില്ലാതെ പറ്റും പലരും പല കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുക, അതുപോലെ തന്നെ ഷോൾഡർ ഇറങ്ങി നിൽക്കുക, അങ്ങനെ കുറേ കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ ഈ കഷങ്ങളൊക്കെ ഇറുകി നിൽക്കുക. അപ്പോൾ എപ്പോഴായാലും ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും ആയിട്ട് ഒന്നുകിൽ നീളം കൂടുക അല്ലെങ്കിൽ ലൂസ് കൂടുക. അപ്പോൾ എന്തായാലും ഷർട്ടുകൾ ശരിയാകുന്നില്ല. അപ്പോൾ അവർക്ക് അത് മാത്രമല്ല, തുണികളാണെങ്കിൽ ചിലപ്പോൾ കളർ ഒന്നാകെ ഫെയ്ഡായി പോകും, അത് മാച്ച് ചെയ്യില്ല. ഫസ്റ്റിൽ എടുക്കുമ്പോഴുള്ള ഫിനിഷിങ് പിന്നെ ഒരു വാഷിങ് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഷർട്ടൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കോട്ടൺ തുണികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടായിരിക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കോട്ടണിൽ തന്നെ നമ്മളൊരു ഗിസ കോട്ടനൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് ഒരു കോൺഫിഡൻസ് നന്നായി ഫീൽ ചെയ്യും. അത് വളരെ നേർന്നുള്ളതായിരിക്കും, നന്നായിട്ട് മൃദുവായതായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു തണുപ്പും നല്ല ഫീലിംഗ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഗിസ കോട്ടൺ എടുക്കുക, അതേപോലെ തന്നെ ഒരു പ്രീമിയം ലുക്കാണ് തോന്നുക. കാരണം അത് ഇട്ടാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആണ്. ഒരാളുടെ മുന്നിൽ പോയാൽ തന്നെ നമുക്ക് വളരെ വളരെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ കോട്ടൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ഒരു പ്രീമിയം ലുക്ക് ഉണ്ടായിരിക്കും, ഉപയോഗിക്കാനും വളരെ സൗകര്യമാണ്. പിന്നെ അതന്നെ കറക്റ്റ് അളവിൽ നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ ഒക്കെ കറക്റ്റ് അളവെടുത്തിട്ട് ലെങ്ത്തും ലൂസും ഒക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് എവിടേക്കും പോകുമ്പോൾ ഉപയോഗിക്കാൻ വളരെ സൗകര്യമാണ്. നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഇതേപോലെ ഈ കുറച്ച് സാധാ കോട്ടൺ അല്ല കൂടുതലുള്ളത്, ഗിസ കോട്ടനും ഈജിപ്ഷ്യൻ കോട്ടനും ഒക്കെയാണ് കൂടുതലും വെച്ചിട്ടുള്ളത്. അതാണിപ്പോൾ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യം. സാധാരണ ഒരു റെഡിമെയ്ഡ് ഷർട്ടൊക്കെ കിട്ടുമ്പോൾ എന്നുണ്ടെങ്കിൽ കണ്ടമാനം റെഡിമെയ്ഡ് ഷർട്ട് കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യാണ്, കളർ ഫീഡായിട്ടും അളവുകൾ കറക്റ്റ് അല്ലാതെയായിട്ടും ഭയങ്കര പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും കസ്റ്റമർ വന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളോടൊരു ബ്രാൻഡ് ഇറക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ബ്രാൻഡ് ഇറക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ ബ്രാൻഡ് ഇറക്കിയാലും കറക്റ്റ് അളവായിരിക്കില്ല. ഓരോരുത്തരുടെ ഷോർട്ടും ഓരോ വ്യത്യാസങ്ങളാണ്, ബോഡി ഷേപ്പ് ഭയങ്കര വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ട് അളവെടുത്തിട്ട് കറക്റ്റ് തുണികളൊക്കെ നല്ല തുണികളുടെ ഫീല് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി നോക്കാം. അതിൻ്റെ ലിങ്ക് അതിൻ്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നിങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് അതിൽ ഓൾറെഡി നമ്മൾ റെഡിമെയ്ഡിൻ്റെ ഒരു മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ അളവിനനുസരിച്ച് ഇപ്പോൾ ഷോൾഡറിൻ്റെ അളവ് വേണമെങ്കിൽ ഷോൾഡറിൻ്റെ അളവ് ഇത്ര മതി എന്നിട്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. നീളത്തിൻ്റെ അളവ് വേണമെങ്കിൽ നീളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അതേപോലെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് കാര്യങ്ങൾ ഒക്കെ അതിൽ നോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളായിട്ട് ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഈ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.